മോഹൻലാൽ സാർ അതെന്തൊരു ശക്തിയാണ്. താങ്ക് യു. ഇനി ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ, മലയാളത്തിന് ഒട്ടേറെ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും ഇത് വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ വീഡിയോത്തിൽ വരാനും നിങ്ങളുടെ വർത്തമാനം ചെയ്യാൻ കഴിഞ്ഞതിൽ. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ്, വലിയ സ്നേഹമുള്ള ആളാണ്. ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഇടപാടുകൾ ഒരു സിനിമ ചെയ്യണമെന്ന് വന്ന ആളാണ്. പക്ഷേ ഏതോ കാലത്ത് അതെല്ലാം തള്ളിപ്പോയി. അതിൻ്റെ അവസരം ഇപ്പോൾ വന്നു. ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചു. പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഇത്രയും മിടുക്കനായൊരു നല്ലൊരു സംവിധായകൻ, പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചു ഇത്രയും സമാധാനപരമായ ഒരു പ്രൊഡ്യൂസർ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അത്ര ഒരു ഇവിടുത്തെ ആക്ടേഴ്സിന് തന്നെ എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ളത് വളരെ സന്തോഷം. കാരണം അത് വിളിക്കുന്നത്, കാരണം ഫെബ്കാനെ പോലത്തെ ഇത്രയും നല്ല ഒരു സംഘടനയുടെ സെക്രട്ടറി ഇത്ര കൊല്ലം അത് ചെയ്ത് നല്ല നല്ല പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അതാണ് വിളിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് മനസ്സിലാകും. മാത്രമല്ല അദ്ദേഹത്തെ പരിചയപ്പെട്ട മോഹൻലാലിന്റെ പേര് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അങ്ങനെ ആദ്യം നിങ്ങൾ പരിചയപ്പെടും. അപ്പം തന്നെ അദ്ദേഹത്തോട് ബഹുമാനമൊക്കെ ഉണ്ടായി. പിന്നെ ഓരോ പ്രവർത്തനത്തിലും ഫെബ്കേനെ ക്ഷണിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ബഹുമാനമാണ്. തീർച്ചയായും ഞങ്ങളായിട്ടുള്ള ഒരു കൂട്ട് ഇത് തീർച്ചയായും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ മോഹൻലാൽ സാർ അതെന്തൊരു ശക്തിയാണ്. നമുക്ക് മനുഷ്യകളത്ത് പെടാൻ പറ്റില്ല. സൂര്യഭഗവാൻ പോലെ അതിന് ചെലവ്. കാരണം അതങ്ങനെയാണ്, അതിന്റെ ശക്തി അതാണ്. അതിനെപ്പറ്റി വർണ്ണിച്ചാലൊന്നും ഞാൻ ചെറിയ ആളുകൾക്ക് നല്ല രീതിയിൽ വർണ്ണിച്ചു കഴിഞ്ഞാണ് ഞാൻ എൻ്റെ അർത്ഥമില്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-40 കൊല്ലം മുമ്പേ ഉള്ള കണ്ടാസ് സിനിമ അഭിനയിക്കാൻ ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ പുറത്തെല്ലാം ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അന്ന് എനിക്ക് അറിയില്ല, പിന്നെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫാദറിലും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ബാലാജി സാർ. അങ്ങനെ അദ്ദേഹത്തിന്റെ സണ്ണിലോ ആണ് എന്നും മാത്രമല്ല മോഹൻലാല് ഒരു വളർന്നു വരുന്ന നല്ലൊരു ഒരു കലാകാരനാവുന്നുള്ളൊരു അന്നത്തെ ആ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ വളരെ തന്നെ വളരെ അധ്വാനിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു സിനിമ സൂര്യനെ പോലെ ജനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി അദ്ദേഹം മാറിയിരിക്കാനും എന്നും ഈ കലാരംഗത്തിന്റെ സിനിമാ രംഗത്തിന്റെ ഓർമ്മപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ എന്റെ കൂടെ ഒരാളുണ്ട്, ആന്റണി. ഞാൻ പറയുന്നതിനും ഒരു വിഷമമില്ല, കാരണം ഞാൻ പ്രായമുള്ളവരോട് എന്ത് പറഞ്ഞാലും സഹിക്കും. അത് ആനപ്പാപ്പാണ്. ഈ ആനേനെ തെളിക്കണമെങ്കിൽ പാപ്പ മാത്രമേ സാധിക്കൂ, അടുത്താരും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആന്റണിയെ പറ്റി ഞാൻ പറയുന്നു, എന്നെ ക്ഷമിക്കണം. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം റാണിയും പാപ്പാനുള്ള ഒരു ബന്ധം ഇത് വലിയ ഐക്യമാണ്. ആ ബന്ധം എന്നും നിലനിർത്തിട്ട് അതിൽ കൂടെ പല കാര്യങ്ങളും എടുക്കാനുണ്ട് എന്ന് ഞാൻ ശ്രമിക്കുകയാണ്. നിവിൻപോളി അദ്ദേഹം നമ്മുടെ കായംകുളം കൊച്ചിൽ നിന്ന് പടത്തിൽ കൂടി എനിക്ക് നല്ല പേരുണ്ടാക്കി തന്ന ഒരാളാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ കാരണം കൊണ്ട് പിന്നെ കൂടുതൽ അടുപ്പില്ലെങ്കിൽ അടുത്തടുത്ത് ഞങ്ങൾ വന്നപ്പോൾ അവസാനം ഉണ്ണികൃഷ്ണന്റെ പടത്തിൽ അദ്ദേഹം വന്നപ്പോൾ വലിയ സന്തോഷമായി. അദ്ദേഹം നല്ല രീതിയിൽ അതായത് അത്രയും പേരെടുത്ത ഒരാൾ ഇത്തിരി നല്ലൊരു കലാകാരൻ ഇതിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ
പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കാര്യം വിജയിച്ച മാറ്റുന്ന ഇതും ചെയ്തു. അത് എന്ത് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ബാലചന്ദ്രൻ വരാത്തതിൽ വലിയ സങ്കടമുണ്ട്. കാരണം അദ്ദേഹത്തെ ആഗമനം വലിയ സന്തോഷമുണ്ടായിരുന്നു. 10 കൊല്ലം മുമ്പ് കാലഘട്ടം പോലെ തന്നെ കരുതിയുള്ള ഒരാളാണ് മദ്രാസ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ഇരുന്നതിൽ വലിയ സങ്കടമുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നും അയാൾ വളർത്തേണ്ട ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു കലാലോകത്തിൽ അന്നും അശോകൻ ഇങ്ങനെ തന്നെയാണ്, ഇന്നും അദ്ദേഹം ഇങ്ങനെ തന്നെ ഒരു മാറ്റങ്ങളില്ല. നല്ല കലാകാരൻ, സമയത്തിനനുസരിച്ച് അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു കലാകാരൻ, നല്ല മകനും നല്ലൊരു കലാകാരനായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ലൊരു കലാലോകത്തിലെ ഒരു ഗുരുനാഥൻ എന്ന പോലെ അന്നത്തെ കരുതാം. പിന്നെ നമ്മുടെ ഗസ്റ്റായി നമ്മുടെ DGP സർ വേറെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സ്വാഗതം അറിയിക്കുന്നു. പങ്കാളി ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരും പേര് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. ഈ സിനിമ വിജയിക്കാനും ഇതിനു വേണ്ടി ഇത് എത്രയോ പേര് ജോലി ചെയ്തിട്ടുണ്ട്, നിറയെ ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.